പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ, സാമൂഹ്യ, കുടുംബ അന്തരീക്ഷങ്ങൾ, ആ ബന്ധങ്ങളിലൊക്കെ വന്നിട്ടുള്ള ആ ഇടിവുകൾ, മൂല്യച്യുതിയെ പറ്റി മുൻപ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു യാത്രയ്ക്കിടയിൽ ഞാൻ കുറച്ച് കണ്ടുമുട്ടി, അത് കേട്ടതാണ്. അവരുടെ ചർച്ചകളെല്ലാം കേട്ട് അതനുസരിച്ചാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. ഞാൻ മുഴുവൻ കാര്യങ്ങളും പറയുന്നില്ല. മുഴുവൻ കാര്യങ്ങളും പറയുമ്പോൾ അവിടെ ഒരു 3-4 വീഡിയോ വേണ്ടി വരും. ഇതിപ്പം രണ്ടാമതാണ്. അപ്പോൾ അവിടെ പൊതുജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടുന്നത്. അത് ഇപ്പോൾ ഭരണ നേതൃത്വം വിചാരിക്കുന്നത് അവരെ അങ്ങ് എടുത്ത് പൊക്കത്തിൽ വെച്ച് അവർ പറയുന്നത് പോലെ അങ്ങ് ചെയ്യും. ഏതാണ്ട് എന്തെങ്കിലും സൗജന്യങ്ങൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് വോട്ട് ചെയ്തോളും. എല്ലാം നേതാക്കൾ പറയുന്നതിന് അനുസരിച്ച് നിന്നോളും. പിന്നെ ഇച്ചിരി ഭീഷണിയും ഭീകരപ്രവർത്തനവും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ, പോഷക സംഘടനകളുടെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വോട്ട് അടുത്ത പ്രാവശ്യവും അങ്ങനെ തന്നെ എന്നൊക്കെയാണ് ഉള്ള രീതിയിലാണ് പോകുന്നത്. അപ്പം നമ്മളിത് മനസ്സിലാക്കണം. ഇതൊക്കെ ഇവരുടെ ഈ ജനങ്ങളിത് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സാമൂഹിക കുടുംബ ബന്ധങ്ങൾ ഒക്കെ പറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം കൂടെ ചേർത്ത് ആകുമ്പോൾ ആകപ്പാടെ നശിക്കുകയാണ്, മലീമസമാവുകയാണ്. മൂല്യച്യുതി അതിൻ്റെ പരമാവധി പരമകാഷ്ഠയിൽ എത്തുകയാണ് ചെയ്യുന്നത്. കാരണം രാഷ്ട്രീയ ബന്ധമുള്ളവർക്ക് എന്തുമാകാം, എന്തും ചെയ്യാം. അത് ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല. അത് അറസ്റ്റായാലും എന്തെങ്കിലും വന്നാൽ തന്നെയും രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടി അത് അവരുടെ പാർട്ടി സംരക്ഷിച്ചുകൊള്ളും എന്നുള്ളതാണ്. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് കൂടുതലായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവർക്ക് അത്രയും പറ്റുകയില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്നിവിടെ ഇപ്പം കൂടുതലും നടക്കുന്നത്. പ്രശ്നങ്ങൾ മയക്കുമരുന്നും കള്ളക്കടത്തും പിന്നെ അത് ലഹരി ഉപയോഗങ്ങളും അതിന് എന്ത് ഹീനമാർഗങ്ങളും ഉപയോഗിച്ച് നടത്തുക, അതെല്ലാം കാരണം പാർട്ടി ബന്ധങ്ങളും കൂടെ ഉണ്ടെങ്കിൽ എന്തുമാകാമല്ലോ, എങ്ങനെയും ചെയ്യാമല്ലോ എന്നുള്ളതാണ്. ഇപ്പം ജനങ്ങൾ കൂടുതലായിട്ട് ഇളകുന്നു, മനസ്സിലാക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരനങ്ങുന്നുണ്ട്. ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ്. കാരണം വരുന്ന ഈ പിടിയിലാകുന്നവർ നമ്മുടെ പാർട്ടിക്ക് ബന്ധമുണ്ടോ എന്ന് നോക്കിയാണ് കേസിൻ്റെ വ്യാപ്തി പോകുന്നത്, അതിൻ്റെ തീവ്രത മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ആ സ്ഥിതിയിൽ വരെ എത്തി. ഇവിടെ അക്രമം നടക്കുന്നു, റാഗിങ്ങിനുള്ള പേരിൽ അക്രമം നടന്ന് കൊന്നുകളയുമ്പോൾ കൂട്ടുകാരെ അത് കൊന്നുകളയുമ്പോഴും പറയുന്നത് ഞങ്ങളുടെ വിദ്യാർത്ഥി നേതാവ്, സംസ്ഥാന നേതാവ് എന്നുകൊണ്ട് പറയുന്നത് കേട്ടു, ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിയെങ്കിലും തൊട്ടുപോയെങ്കിൽ, അറസ്റ്റ് ചെയ്ത് പോയെങ്കിൽ അത് ഞങ്ങൾ ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടായിരിക്കുന്നത്? കാരണം ഇത്രയും വലിയ ഇതിന് വരുമ്പം കണ്ണുമടച്ച് ആ കുറ്റം അങ്ങ് നിഷേധിച്ചിട്ട് ഞങ്ങൾക്ക് അതിൽ ബന്ധവുമില്ല, ഞങ്ങളുടെ വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ സംഘടനയിലുള്ളവരങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ അങ്ങ് തറപ്പിച്ച് പറഞ്ഞ നേതാവ് വരുന്നുണ്ട്. പറയാതെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തപ്പോൾ അവരെതിർത്തതിന് ഞങ്ങൾക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവർ എത്രത്തോളം മലീമസമായി തീർന്നു നമ്മുടെ സാമൂഹ്യ രംഗം. അപ്പോൾ അത് രാഷ്ട്രീയം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ഈ കാര്യങ്ങൾ ഇടപെടരുത് എന്നുള്ള രീതിയിൽ വരണം. അപ്പം അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങളും എല്ലാം ഇതുപോലെ നശിച്ചിരിക്കുക. ഒരു കുടുംബത്തിൻ്റെ ആ ബന്ധം, പവിത്രത, പരസ്പരമുള്ള മാതാവും പിതാവും മക്കളും എന്നുള്ള ഒരു ബന്ധങ്ങളൊന്നുമില്ലാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ കാരണം ആ കുടുംബത്തിൻ്റെ ബന്ധത്തിൽ തന്നെ ചിട്ടകളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, മാറ്റങ്ങൾ വന്നു, വ്യതിയാനങ്ങൾ വന്നുപോയി. എന്നിട്ടും ഇതൊന്നും ചിന്തിക്കേണ്ടുന്ന നേതൃത്വങ്ങൾ, സാമൂഹിക സംഘടനാ നേതാക്കൾ, മത നേതാക്കൾ ഇതൊന്നും അറിയുന്നില്ല. കാരണം എല്ലാം ഇതൊക്കെ അതിന് ഉത്തരവാദിത്വമുണ്ട് ഇവർക്കൊക്കെ, എല്ലാവർക്കും, ഞാൻ ഈ പറഞ്ഞ നേതാക്കൾക്കൊക്കെ.
രാഷ്ട്രീയക്കാരോടല്ല ചോദിക്കേണ്ടുന്നത്, അവർക്ക് വീണ്ടും അധികാരത്തിൽ എത്താനും മുറുകെ പിടിച്ചിരിക്കാനും മറ്റൊരാൾ വരാതിരിക്കാനും ഒക്കെ ഉള്ള പ്രവർത്തനമാണ്, ആ ചിന്തയേ ഉള്ളൂ അവർക്ക്. അത് ഏത് രീതിയിലായാലും അങ്ങനെ വേണമെന്നാണ്, അത് കാത്തു സൂക്ഷിക്കണമെന്നാണ്. പക്ഷേ നമ്മൾക്ക് സമൂഹത്തിലെ നേതാക്കന്മാർക്ക്, സാംസ്കാരിക രംഗത്തെ നേതാക്കന്മാർക്ക്, മത നേതാക്കന്മാർക്ക് അത് അവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല, ഉത്തരവാദിത്തത്തിൽ നിന്ന്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഈ തവണ ഇത്രയും എനിക്ക് തോന്നുന്നു സാമൂഹിക ബന്ധങ്ങൾ, ഈ നമ്മുടെ അന്തരീക്ഷം, വിദ്യാലയങ്ങളുടെ അന്തരീക്ഷം, ഇതൊക്കെ 40% വരെ അധപതിച്ചു പോയി. അതിന് മൂല്യം ഒട്ടുമില്ലാതായിപ്പോയി. ആ രീതിയിൽ 40% വരെ എത്തിയിട്ടും ആരും അനങ്ങുന്നില്ല. അപ്പം അതായത് വിദ്യാർത്ഥികളെ, പ്രൈമറി സ്കൂളിലെ കുട്ടികൾ പോലും മയക്കുമരുന്നിന് വിൽപ്പനയ്ക്കും ഉപയോഗിക്കാനും ഉള്ള രീതിയിലായിപ്പോയി. ആരും അത് നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, മിഠായികളും അതും ഇതൊക്കെ ഉള്ളത്, അതൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയുള്ള സ്കൂളിൻ്റെ ഐറ്റങ്ങൾ ഒക്കെ അടുത്തൊക്കെ ഉള്ളത് വേണമെങ്കിൽ പരിശോധിക്കാം. അതൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ അറിയാൻ വയ്യാതല്ല പറയുന്നത്, നടക്കുന്നുണ്ട് സ്കൂളിൻ്റെ അടുത്ത്. അവരാരും പരിശോധനകളോ കാര്യങ്ങളോ പിടികളൊന്നുമില്ല, നടക്കത്തില്ല. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലും ഈ ഉദാസീനത, ഇങ്ങനെ അലസത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അല്ലെങ്കിൽ അവർ ചെയ്താൽ തന്നെ ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്നവരെയോ വൻകിടക്കാരെയോ പിടിക്കത്തില്ല. ഇപ്പം തന്നെ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ അവരങ്ങനെയല്ലയോ, ചെറിയ കടകളിൽ കയറിയാൽ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് അവരെ കൊണ്ട് സാധിക്കാത്ത അത്രയും വലിയ തുക അടപ്പിക്കാൻ ആയിട്ട് ശിക്ഷിക്കുക. അതേസമയം ഇത് ഉണ്ടാക്കുന്നവർക്ക് യാതൊരു കുഴപ്പവുമില്ല, ഇതുണ്ടാക്കുന്നവരെ അല്ലേ നിയന്ത്രിക്കുന്നത്. അപ്പം നമ്മുടെ സാമൂഹ്യപരമായ കാര്യങ്ങൾ, നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഭരിക്കുന്നവർക്കും ഉദ്യോഗസ്ഥ തലങ്ങളുള്ളവർക്കുമൊക്കെ അവർക്ക് പോലും ദിശാബോധം ഇല്ല എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താലും സാധാരണക്കാരായ ജനം അനുഭവിച്ചുകൊള്ളും, അവർ സഹിച്ചുകൊള്ളും എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഭരണരംഗമൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിപ്പോൾ സംഘടനകളും മത നേതാക്കന്മാരൊക്കെ ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ലോകത്തിൽ എന്ത് നടന്നാലും, ഇതുപോലുള്ള അക്രമങ്ങൾ, സ്വഭാവങ്ങൾ, ഒരു സ്ഥിതിവിശേഷം, ഇതുപോലുള്ള ഒരു സ്ഥിതിവിശേഷം ലോകത്തെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിശേഷമൊക്കെ ഉണ്ടായാൽ ആദ്യം എല്ലാ രാജ്യക്കാരും ആദ്യം നോക്കുന്നത് പോപ്പ് എന്ത് പറയുന്നു എന്നുള്ളതാണ്, എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്രൈസ്തവ സഭകൾക്കാണ് ഏറ്റവും കൂടുതൽ കുറ്റമറ്റ രീതിയിൽ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ. എവിടെയായാലും ഒരു കത്തോലിക്ക സഭ അധ്യക്ഷൻ, അതായത് മെത്രാന്മാർ, പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളുടെയൊക്കെ നേതാക്കന്മാരൊക്കെ എന്തു പറയുന്നു, അവരുടെ വാക്കുകൾക്ക് വിലയുണ്ട്. അത് ഈ സമൂഹം മുഴുവൻ അങ്ങനെ ചിന്തിക്കുന്നതാണ് എല്ലാ ദേശങ്ങളിലും. പക്ഷേ നമ്മൾക്കത് ബോധ്യമായിട്ടില്ല. ഇതിന് മുൻപൊക്കെ ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 വർഷം മുൻപൊക്കെ ഞാൻ പറഞ്ഞാൽ 1987 ഞാനും നേതൃനിരയിലുണ്ടായപ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയായിരുന്നു അതിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു തിന്മകൾ അന്ന് ഇങ്ങനെ പറഞ്ഞ് വളരെ അപൂർവമായിട്ടേ പറഞ്ഞ് കേൾക്കത്തുള്ളൂ. എന്നാൽ തന്നെയും അത് മോശമാണ്, നമ്മളെ ഇനിയും ബാധിക്കും, കുടുംബങ്ങളെ ബാധിക്കും, മയക്കുമരുന്നും മദ്യവും അതിൻ്റെ ദൂഷ്യങ്ങളെല്ലാം കുടുംബത്തെ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാഹന പ്രചരണ ജാഥ നടത്തിയ കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ. എല്ലാ MLA-മാരും മന്ത്രിമാരും ഭരണപക്ഷത്തുള്ളവരും അല്ലാത്തവരും എല്ലാവരും ജനപ്രതിനിധികളെയും എല്ലാം അതിനകത്ത് സഹകരിപ്പിച്ചും കൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അതുപോലെ ഇന്നിപ്പം ചെയ്യാൻ ആരും ഇല്ലെന്ന്. എന്തുകൊണ്ട് പറ്റുന്നില്ല? നമുക്ക് സംഘടനകളുടെ കുറവല്ലല്ലോ, നേതാക്കന്മാരുടെ കുറവല്ല. ഇത് എന്തിനാ പിന്നെ ഇങ്ങനെയുള്ള സംഘടനകളും അത് നമ്മുടെ ഒരു സഭയിലായാലും എന്തോ ആവശ്യത്തിനാണ്? വളരെ സങ്കടം തോന്നുകയാണ്. കഷ്ടമെന്ന് അല്ലാതെ എന്താണ് പറയേണ്ടുന്നത് ഇതിന്? ഇങ്ങനെയുള്ളതാണെങ്കിൽ ആ സംഘടന വേണ്ടാന്ന് വയ്ക്കുക. ഈ സംഘടനകൾ തോന്നിയതുപോലെ ഉള്ളതാണെങ്കിൽ ജീവിക്കും. മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നില്ലെങ്കിൽ എന്തിനാ പരസ്പരം മറ്റുള്ളവർ നശിക്കുന്നത് കണ്ടും കൊണ്ട് നിസ്സംഗതയോടിരിക്കാനാണെങ്കിൽ ഇതൊന്നും വേണ്ടല്ലോ. അങ്ങനെ സഭയ്ക്കാകുമോ?
ഇനി സഭ നേതാക്കന്മാർ, അതായത് സഭ അധികാരികൾ, അതായത് മെത്രാന്മാർ അല്ലെ വൈദികർ, അവർ ഇനി ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ ഭീകരതയും കൂടെ അവർക്ക് നേരിടേണ്ടി വരുമെന്നുള്ള പേടിയാണോ? അല്ല, എനിക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യേണ്ടുന്ന കാര്യമില്ലല്ലോ, വരേണ്ടുന്ന കാര്യം. നമ്മളിതൊന്നും നോക്കിയല്ല. കർത്താവ് എങ്ങനെയാണ് തൻ്റെ പരസ്യ ജീവിതം ചെയ്തത്? ഇതൊക്കെ കണ്ട് എങ്ങനെ ഇതുപോലുള്ള രംഗങ്ങളിലൊക്കെ അദ്ദേഹം കർത്താവ് ചെയ്ത യേശു ഇതിനെല്ലാം വളരെ തീവ്രമായിട്ട് എതിർത്തിരുന്നു, സമൂഹത്തിലെ തിന്മകളെല്ലാം. അതുപോലെ എതിർക്കാൻ കടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഓരോ ക്രിസ്ത്യാനിയും തന്നെ കടപ്പെട്ടവരാണ് അതിനു വേണ്ടി. അപ്പോൾ അതൊന്നും ചിന്തിക്കാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും നിസ്സംഗത മനോഭാവം പുലർത്തണോ? ഇപ്പം നമ്മുടെ ഈ മയക്കുമരുന്നും മദ്യ വിപത്തുകളും എല്ലാം, ഇതിനുള്ള ഈ വിപത്തുകളെല്ലാം നോക്കി മറ്റുള്ളവർ ഏറ്റെടുത്ത് എന്ത് ഭംഗിയായിട്ട് ചെയ്യുന്നു. സഭയ്ക്ക് അതിലും ഭംഗിയായിട്ട് എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി ചെയ്യാമായിരുന്നല്ലോ, ചെയ്തില്ല. ആ സഭയ്ക്ക് അത് ആവശ്യവുമായിരുന്നു. കാരണം സഭ ഇതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണമായിരുന്നു. അപ്പോൾ ഇനി മെത്രാന്മാരെ അധിക്ഷേപിക്കുന്നവർ ചിലരുണ്ട്, ഭരണരംഗത്തുള്ളവരുമൊക്കെ ഒരുപാട് അധിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്രിസ്തീയ നാമധാരികൾ തന്നെ അതിനകത്ത് കയറിയിരുന്ന് മെത്രാന്മാരെയും മറ്റുള്ളവരൊക്കെ അധിക്ഷേപം പറഞ്ഞിട്ടുണ്ട്. അധിക്ഷേപ വാക്കുകൾ അവരുടെ നേരെ ചൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു മനസ്സിലാക്കണം. രാഷ്ട്രീയക്കാർ, മത നേതാക്കന്മാർ എന്തിനാ ഇതിനകത്ത് ഇടപെടുന്നതെന്ന് ചോദിക്കും, സാമൂഹ്യ കാര്യങ്ങളിലും മറ്റും. അത് അവരുടെ ജോലിയാണ്, ഡ്യൂട്ടിയാണ്. എങ്കിലേ അവരുടെ ഡ്യൂട്ടി 100% പൂർണ്ണമാകത്തുള്ളൂ, 100% വരുത്തുള്ളൂ. അല്ലെങ്കിൽ 30% വരത്തുള്ളൂ. ഈ 70% ഇതാണ്. മറ്റൊരു ഒരു വിശ്വാസിയുടെ, അതായത് മനുഷ്യകുലത്തിൻ്റെ വിശ്വാസി മാത്രമല്ല കേട്ടോ, ക്രൈസ്തവ സഭകൾ ഉദ്ദേശിക്കുന്നത് സർവ്വജനങ്ങളുടെയും കാര്യമാണ്. ആ മനുഷ്യൻ്റെ നാനാവിധം എന്നല്ല, എല്ലാവിധമായ മോചനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അല്ല, ആത്മീയത്തിൻ്റെ മാത്രമല്ല, ശരീരത്തിൻ്റെ, അവൻ്റെ ശരീരത്തെയും തളർത്തുന്ന, നശിപ്പിക്കുന്ന എന്തെങ്കിലും ദുഷ്ടശക്തികളുണ്ടെങ്കിൽ അതിൽ നിന്നും കൂടെയുള്ള മോചനമാണ്, സമഗ്രമായ മോചനമാണ്, ആത്മാവിൻ്റെ മാത്രമല്ല. അതാണ് ക്രൈസ്തവ ദർശനം. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് നമ്മളൊക്കെ ചിന്തിക്കണം, എന്നിട്ട് ചെയ്യുന്നില്ല. നമ്മളൊക്കെ സംഘടനകൾ ഒരുപാടുണ്ട്, സംഘടന നടത്തുക. അപ്പോൾ കഴിവുള്ളവരെ ആരെങ്കിലും അത് പ്രോത്സാഹിപ്പിക്കുകയോ അത് ചെയ്യുകയില്ല. ആരെങ്കിലുമൊക്കെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. കയറിയിരുന്ന് എങ്ങനെയെങ്കിലും നയിക്കട്ടെ, നടത്തട്ടെ എന്നുള്ള ചിന്തയിൽ ആയി പോയി. ഇപ്പം 24 SKN എന്ത് ഭംഗിയായിട്ട് നടത്തുന്നു. നമുക്കതിനേക്കാളൊക്കെ മുൻപ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എന്ത് ഭംഗിയായിട്ട് അത് നടത്തി. അദ്ദേഹത്തെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. അതിന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ അത് നമ്മളൊന്ന് ഉണരണം, നമ്മുടെ കടമയാണ്. അതായത് നമ്മുടെ ഓരോ ക്രൈസ്തവൻ്റെയും കടമയാണ് അടുത്തവൻ്റെ കാര്യങ്ങളും കൂടെ നോക്കുക, അവൻ്റെ ശ്രേയസ്സും കൂടെ നോക്കുക, അവൻ്റെ ക്ഷേമം കൂടെ നോക്കുക എന്നുള്ളത്. അല്ല തന്നിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകാനുള്ളതല്ല. അതാണ് ഉൽപ്പത്തിയിൽ 4-ാം അധ്യായത്തിൽ പറഞ്ഞുള്ള കായനോട് ചോദിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, നിൻ്റെ സഹോദരൻ എവിടെയെന്ന് അവനോട് ചോദിക്കുന്നു. അപ്പോൾ അവൻ ചോദിക്കും, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാനെന്ന്. അതേ മനസ്ഥിതിയല്ലേ നമ്മളിപ്പോൾ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുകയല്ല. അതേ മനസ്ഥിതിയാണ് കാണിക്കുന്നത്. അത് എനിക്ക് തോന്നുകയല്ല, സംശയമില്ല. അത് തന്നെയാണ് ഇപ്പം ചെയ്യുന്നത്. സഹോദരൻ്റെ കാവൽക്കാരനാണ് നമ്മൾ. അല്ല, എല്ലാ മനുഷ്യജീവികളുടെയും കയ്യിൽ പരസ്പരം അങ്ങനെയുള്ളൊരു ബന്ധമുണ്ട്. അല്ലാതെ ദൈവത്തെ മാറ്റി നിർത്തി ഈശ്വരനില്ല, ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ കളിക്കുന്നവരുണ്ട്, അങ്ങനെ വരുന്ന പാർട്ടികളുണ്ടല്ലോ. അപ്പോൾ അവരുടെ സ്വന്തം ഇഷ്ടത്തിന്, സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ അധികാരത്തിൽ വരാൻ വേണ്ടി ആദ്യം ചെയ്തത് ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തി, ഈശ്വരനെ മാറ്റി നിർത്തി. ഈശ്വരന് ബന്ധമില്ല, മനുഷ്യന് മാത്രമേ പരസ്പരം ബന്ധമുള്ളൂ. മനുഷ്യൻ്റെ ശക്തി കൊണ്ടാണ് ഇവിടെ സർവ്വതും നടക്കുന്നത്. അല്ല, ദൈവം എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമില്ല, ദൈവത്തിന് അങ്ങനെയുള്ള ശക്തിയില്ല, അതൊക്കെ സങ്കല്പമാണ് എന്നും പറഞ്ഞുകൊണ്ട് അവരാദ്യമേ അതങ്ങ് തീർത്തു. അപ്പോൾ പിന്നെ അവർക്ക് എന്തും ആകാവുന്നതായി. ഇപ്പം ഞാൻ പറയുന്നത്, സ്റ്റാലിന് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാനെപ്പോഴും അത് ഓർമ്മിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ. സ്റ്റാലിൻ പറഞ്ഞത്,
വിപ്ലവം തോക്കിൻ കുഴലിലൂടെ പറ്റുകയുള്ളൂ, അല്ലാതെ സാധിക്കുകയില്ല. അതിന് മാറ്റം, സമൂഹത്തിൻ്റെ ഒരു മാറ്റം വരണമെങ്കിൽ തോക്കിൻ കുഴലിലൂടെയാണ് വരുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, ആ പ്രസ്ഥാനം എങ്ങനെ നന്നാകും? തോക്ക് ഇന്നും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? അവരുടെ പോഷക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, മറ്റുള്ളവരെ കൊന്നൊടുക്കുക, ഇഷ്ടമില്ലാത്തവരെ അപ്പോഴേ ഉന്മൂലനം ചെയ്യുക. അത് അവരുടെ ഉദ്ഭവത്തിലുള്ളതാണ് ഈ സംഘടനയുടെ, ഈ പ്രസ്ഥാനത്തിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളുടെ അല്ല എന്ന്, ഞങ്ങൾക്കത് പറ്റുകയില്ല, ഞങ്ങളത് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആണായിട്ട് പറഞ്ഞതെല്ലാം ചെയ്തതെല്ലാം അവരാണെന്ന് പിന്നെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും കണ്ടുകൊണ്ട് നമ്മൾ മാറി നിൽക്കേണ്ടുന്ന കാര്യം, നിസ്സംഗത കാണിക്കരുത്, അനീതിക്കെതിരെ ശബ്ദം ഉയർത്തണം. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ആ പ്രതിനിധികളായിട്ടിരുന്നു കൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, ക്രിസ്തുവിനെയും കൂടെ കളിപ്പിക്കാൻ നോക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാകും. ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അവൻ നടന്ന വഴിയിലൂടെ തന്നെ നടക്കണം, അതേ വഴിയിലൂടെ തന്നെ. 1 യോഹന്നാൻ 2:6 പറയുന്നു. അല്ലാത്തവൻ എങ്ങനെ ക്രിസ്ത്യാനിയാകുന്നത്? ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു മനുഷ്യരെ സ്നേഹിക്കാത്തവൻ എങ്ങനെയാ ക്രിസ്ത്യാനിയാകുന്നത്? അവനെങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? അതിപ്പം ഞാനൊരു കവിത ശകലം ഉണ്ട്. അടുത്ത് നിൽപ്പോരനുജനെ കാൺമാൻ അക്ഷികളില്ലാത്തവനായ അരൂപനാം ഈശ്വരൻ അവൻ അദർശ്യൻ എന്നാൽ അതിലെന്താ ആശ്ചര്യം? അപ്പോൾ അടുത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ കാണാൻ കണ്ണുകളില്ല, അവൻ്റെ വേദനകളും കഷ്ടതകളും അറിയാൻ, അവനെ തിരിഞ്ഞു നോക്കാൻ, അവൻ്റെ വിഷമതകളും അറിയാൻ കണ്ണുകളില്ലാത്തവന്, അവനെ അറിയാത്തവന്, അരൂപനായ ഈശ്വരന്, രൂപമില്ലാത്തവനായ ഈശ്വരന് അവൻ അദൃശ്യനായിട്ട് തോന്നുമെങ്കിൽ അതിലൊരാശ്ചര്യവും ഇല്ല. അതാണ് നമുക്കിന്നിപ്പം നടക്കുന്നത്. നമ്മളതല്ലേ ചെയ്യുന്നത്? ഈശ്വരന് രൂപമില്ല, ഭാവമില്ല, പക്ഷേ ഈശ്വരനെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവ ആ സഹോദരങ്ങളിലൂടെ, അടുത്ത് നിൽപ്പോൾ അനുജനെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങൾ, മനുഷ്യരെ, അടുത്ത് കണ്ടുമുട്ടുന്ന മനുഷ്യരെ, അവരിൽ ഈശ്വരനെ കാണാനും അവരുടെ സഹായത്തിനെത്താനും സാധിക്കാത്തവന് ഈശ്വരനെ കണ്ടുമുട്ടാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ അങ്ങനെ ചെയ്യുന്നവൻ ഈശ്വരനെ അവൻ്റെ സഹായത്തിനെത്തുകയും അവൻ്റെ ക്ഷേമത്തിനെത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ഈശ്വരനെ കാണാൻ പറ്റും അവനിൽ. അപ്പോൾ അല്ലാത്തവനെ കാണാൻ പറ്റത്തില്ല. അവന് ഈശ്വരൻ എന്നും അദൃശ്യനാണ്. അങ്ങനെ ഈശ്വരനെ കാണാൻ പറ്റുന്നില്ലെന്ന് പറയുന്നതിൽ ഒരു ആശ്ചര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ആയിസം. അപ്പോൾ അതിൻ്റെ പുറകെ പോവുക ഇന്ന് കൂടുതൽ ജനങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും നേട്ടം, അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പം അവർക്ക് ഇന്ന് കേരളത്തിൻ്റെ എല്ലാം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 80% അവരുടെ കൈകളിലായി, ദൈവമില്ലാത്തവരുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇനി അവർക്ക് ഇവിടെ ഒരു ഭരണ മാറ്റം വന്നാലും എന്ത് ചെയ്താലും അവർ വിചാരിക്കുന്നതേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ മുതിർന്നവരുടെ സംഘടനകളുണ്ട്, ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ ചുമ്മാതിരിക്കുന്നത്? അപ്പോൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റും. ഞാനിപ്പം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ അതൊക്കെ ഇടർച്ചയാവും, അത് എനിക്കറിയാം, അതൊക്കെ പ്രശ്നമാവുമെന്ന്. പക്ഷേ അത് ചെയ്യാത്തതുകൊണ്ട്, ആരും ചെയ്യാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ സമയം ഒരിക്കലും എൻ്റെ ഇത്രയും കാലം ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. ഞാൻ നല്ലപോലെ പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ. ഇന്നലെയൊക്കെ പ്രശ്നം വന്നപ്പോഴും ഒക്കെ നല്ലപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ എനിക്കറിയാം. എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ ഇത് തോന്നത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ വയ്യാഴികയും ഒക്കെ കൊണ്ട് അത് സാധിക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവരത് ഏറ്റെടുക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഹൃദയം നമ്മുടെ അതിന് തുടിക്കണ്ടേ? അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ആലസ്യം വിട്ട് സഭാനേതൃത്വവും കൂടെ അതിന് ഈ സംഘടനകളെയൊക്കെ ഒന്ന് ഉണർത്തണം. അല്ലെങ്കിൽ സംഘടനകളിലുള്ളവർ അങ്ങോട്ട് ചെന്ന് അവരെ ഉണർത്തണം, സഭാനേതൃത്വത്തെ. കാരണം ഞങ്ങൾ ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ, നമ്മളതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലോട്ട് വരാം. കുടുംബാന്തരീക്ഷം മുൻപൊക്കെ എങ്ങനെയായിരുന്നു? സന്ധ്യയായാൽ നാമം ജപിക്കുന്ന പ്രാർത്ഥനകൾ, ക്രിസ്ത്യാനികളുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനകൾ, സന്ധ്യാപ്രാർത്ഥനകൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ അടുത്തുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാം. അതുപോലെ രാവിലെയും അതുപോലെ ആയിരുന്നു എഴുന്നേൽക്കുമ്പോൾ. ഇപ്പോൾ ഇത് വല്ലതും കൊണ്ടോ? പകരം TV ആണ്. നേരം വൈകിയാൽ ഉടനെ TV യിലാണ്. അതിനു മുൻപേ TV യാണ്.
ടി വിയിൽ അങ്ങ് തുടങ്ങും. പിന്നെ പ്രാർത്ഥിക്കാൻ ഇവിടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാത്ത അല്ലെങ്കിൽ നാമം ജപിക്കാത്ത ഭവനത്തിൽ എങ്ങനെയാണ് ഒരുമിപ്പുണ്ടാകുന്നത്? അതുകൊണ്ട് അത് തകരും. അതുകൊണ്ടാണ് മാതാവും പിതാവും മക്കളെ കളയുന്നു, മക്കൾ മാതാവിനെയും പിതാവിനെയും കളയുന്നു, മാതാവ് എല്ലാവരെയും കളഞ്ഞിട്ട് പോകുന്നു, പിതാവ് അതിനേക്കാളും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് വരുന്നത് ഇതുകൊണ്ടാണ്. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ വയ്യ. ഇനി പല ഭവനങ്ങളിലും അതുപോലെ തന്നെ ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ട് പകരം ടി വി ഏറ്റെടുത്തു എല്ലാവരും. അപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നെങ്കിൽ തന്നെ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇനി ആഹാരം കഴിപ്പോൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അവർ തമ്മിലുള്ള ചേർച്ച ഉണ്ടാകുന്നത്, ആ രുചി തമ്മിലുള്ള രുചി ഉണ്ടാകുന്നത്, ആ ബന്ധത്തിൻ്റെ രുചി അതുണ്ടാകത്തില്ല. കാരണം എവിടെയെങ്കിലും ഇരുന്ന് എങ്ങനെയെങ്കിലും ആഹാരവും കഴിച്ച് അവരുടെ സ്വന്തം താല്പര്യങ്ങൾ ടി വിയിലും നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മൊബൈലിൽ നോക്കിക്കൊണ്ട് ഉള്ള ആഹാരം കഴിക്കും. എല്ലാവരുടെയും അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും എല്ലാവരുടെയും അവരും അപ്പനും അമ്മയും മക്കളുടെയും മുഖത്ത് നോക്കിക്കൊണ്ടുള്ള ആഹാരം കഴിപ്പാകുമ്പോൾ അതിന് രുചിയും സ്നേഹവും വാത്സല്യവും എല്ലാം കൂടും. അപ്പോൾ ആ ബന്ധം സുദൃഢമാകും. എത്ര ശോഭനീയമായിട്ട് വരും അത്. അതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ട കുടുംബ ബന്ധം നഷ്ടപ്പെട്ട ഇതൊക്കെ എന്താ നമ്മുടെ സഭാ നേതൃത്വം അറിയാത്തത്? നമ്മുടെ സംഘടനകൾ എന്തിനാണ് ഞാൻ പിന്നെയും ചോദിക്കുകയാണ്. അതെല്ലാം കളഞ്ഞിട്ട് എന്നാൽ പിന്നെ അതങ്ങ് പാപം ചെയ്യാതെ നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കുന്നതും കൊണ്ട് പാപം ചെയ്യുകയാണ് ഇതിൻ്റെ ഇത് ചെയ്യുമ്പോഴും അത് നടത്തിക്കൊണ്ട് പോകുമ്പോഴും. ഇപ്പോൾ വൈദികർക്കാണെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് ഇത്രയാകാൻ ക്രിസ്ത്യാനികളുടെ കുടുംബ ബന്ധങ്ങളുമൊക്കെ ഇതുപോലെ തന്നെ. എന്തുകൊണ്ടാണ്? അവർക്ക് സമയമില്ല. എല്ലാം ഓരോ ഓഫീസ് ബിസിനസ്സിലായിട്ട് എല്ലാവരെയും തളച്ചിട്ടിരിക്കുന്ന വൈദികരെ. അപ്പോൾ അവർക്ക് ഭവന സന്ദർശനത്തിന് സമയമില്ല. എത്രയോ വിശുദ്ധരായ വൈദികരായിരുന്നു മുൻകാലങ്ങളിൽ, എനിക്കറിയാം. അപ്പോൾ അന്ന് ഒരു 50 വർഷത്തിനൊക്കെ മുൻപ് അവരൊക്കെ മഴയും കോരിച്ചൊരിയുന്ന മഴയത്ത് കുടയും ചൂടിക്കൊണ്ട് 3-4 കിലോമീറ്റർ നടന്ന് ഭവനങ്ങൾ സന്ദർശിക്കുമായിരുന്നു. പട്ടിണിയുള്ളവരെ കണ്ടുപിടിക്കുക, എന്തെങ്കിലും തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുമായിരുന്നു. എന്താ ഇന്നിപ്പോൾ അതങ്ങ് കാണുകൊണ്ടോ? ഭവന സന്ദർശനമില്ല. അപ്പോൾ ഒരു ഭവനം എങ്ങനെ പോകുന്നുവെന്ന് അറിയാൻ പറ്റത്തില്ല. അത് നമുക്ക് അൽമായർക്കാണ് പറ്റുന്നത് ഇത് അറിയാൻ കഴിയുന്നത്, സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർക്കാർക്കും പറ്റത്തില്ല. ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള വൈദികർക്ക് ഭവന സന്ദർശനം എന്ന് പറയുന്ന അലർജിയാണ്. ഞങ്ങൾ വിളിക്കാതെ ചോദിക്കാതെ ചെന്ന് കയറണമെന്നാണ്. അന്നുള്ളവരാരും ചോദിച്ചിട്ടോ അറിഞ്ഞിട്ടോ അല്ല, അറിയാതിരിക്കുമ്പോൾ പെട്ടെന്ന് വരും. ഒരു സന്ധ്യാസമയത്തൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ ഭവന സന്ദർശനം കഴിഞ്ഞ് വൈദികരൊക്കെ പോകുന്ന 9 മണിക്ക് ഇങ്ങനെ പോകുന്ന ആരെങ്കിലും ഒരാളെ കൂട്ടിയാൽ ആയി. മഴയും വെയിലും അവർക്കതൊന്നും പ്രശ്നമല്ലായിരുന്നു. മഴയൊന്നും കോരിച്ചൊരിയുന്ന മഴയത്ത് നടക്കുന്നത് 4 കിലോമീറ്ററൊക്കെ നടന്നു പോകുന്നത്. ഇന്ന് എങ്ങനെയെങ്കിലും സുഖമായിട്ട് വാഹനങ്ങൾ ഉണ്ടാക്കി, ഏറ്റവും മുന്തിയ തരം വാഹനങ്ങൾ, അത് ചിലപ്പോൾ ഭവനങ്ങളിൽ നിന്ന് അവരുടെ ഷെയർ ആരി ഭവനങ്ങളിൽ നിന്ന് എല്ലാം കൊടുക്കുന്നതൊക്കെ ആയിരിക്കും. എല്ലാം കാര്യം എന്താ അത് മാറ്റാത്ത? എനിക്കറിയാം, ഒരു 10-30 വർഷം മുൻപ് ഒരു വൈദികന് അവരുടെ വീട്ടിൽ നിന്ന് അന്നത്തെ കാലത്ത് നല്ലൊരു ബുള്ളറ്റ് എടുത്തു കൊടുത്തു. അന്ന് ബുള്ളറ്റൊക്കെ എടുക്കുന്നത് ചുരുക്കമാണ് ആളുകൾക്ക്. അപ്പോൾ അദ്ദേഹം അതും വിറ്റ്, ചെറുപ്പക്കാരനായ നവവൈദികൻ അത് വിറ്റും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. വിറ്റ് അതുകൊണ്ട് സാധുക്കളെ സഹായിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ എങ്ങനെയാണെന്നുള്ള നമ്മുടെ വൈദികരും കൂടുതൽ ആർജിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറയും, ഭവന സന്ദർശനം നടത്തിയിരുന്ന നമ്മുടെ ആളുകളാരും നഷ്ടപ്പെടുകയില്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാകുകയില്ല. അത് നമ്മൾക്ക് അറിയാൻ കഴിയും. അവർക്ക് കൂടുതൽ അവരുടെ മനസ്സുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയും, ദൈവവുമായിട്ട് ബന്ധപ്പെടുത്താനും കഴിയും അതുവഴി. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എന്തിനു പറയുന്നതെന്നൊന്നും എന്താ കാര്യമെന്ന് അത് കർത്താവിനോട് നസ്രത്തുകാർ ചോദിച്ചതുപോലെ അന്നത്തെ ജനങ്ങൾ മറ്റ് യഹൂദരും അങ്ങനെ ആകും. അത് എൻ്റെയും കൂടെ കടമയാണ്. ഞാൻ ക്രിസ്ത്യാനിയായതുകൊണ്ട് എൻ്റെ കടമ, അല്ലെങ്കിൽ ഞാനത് പൂർണ്ണമാക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കടമ, അല്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത എൻ്റെ മനസ്സിനും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും പറയുന്നത്. അതുകൊണ്ട് എന്നോട് പിണങ്ങിയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ അല്പമെങ്കിലും നമ്മൾ ഈ ചെയ്യുന്നതിന് ആത്മാർത്ഥത ഉണ്ടാകണം. വൈദികരെയൊക്കെ പറയാനോ അവരോട് ചോദിക്കാനോ പറയാനോ ഞാൻ ആളല്ല. കാര്യം ശരിയാ, പക്ഷെ തെറ്റ് എന്തുമാത്രം സഹിക്കും എന്നുള്ളതാണ്.
അപ്പം നമ്മൾ മൊബൈൽ ഫോൺ അന്ന് പഠനം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടെ മുമ്പിലിരുന്നാണ് അവർ പഠിക്കുന്നത് കുട്ടികൾ. ഇപ്പം മുറിയിൽ അടച്ചിട്ട് അവിടെ ഇരുന്ന് പഠിക്കുവാണോ എന്തുവാണ് ചെയ്യുന്നത് അറിഞ്ഞുകൂടാ. മൊബൈൽ ഫോണിലാണ് പഠിത്തം. എന്തൊക്കെയാണ് കാണുന്നതെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ സ്ഥിതി അതങ്ങ് പണ്ട് അങ്ങനെയല്ല. എല്ലാവരും കേൾക്കുക, വായിക്കുക, പറയുക, പഠിക്കുക, എഴുതുക, എല്ലാവരും കാണും, അവർക്ക് നോക്കാം, ഇതെല്ലാം ചെയ്യും. ഇന്നിപ്പോൾ അങ്ങനെ. അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളെ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ തന്നെത്താൻ പറയട്ടെ, അവരെന്ത് ചെയ്യണം? ഇതൊക്കെ അനുവദിച്ച് കൊടുക്കുന്ന മാതാപിതാക്കൾ രഹസ്യമായിട്ട് കുട്ടികൾ അടച്ചിട്ടിരുന്ന് മുറിയിലിരുന്ന് വരുന്നത്, അതിൻ്റെയൊക്കെ പരിണത ഫലമല്ല ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ തോന്നിവാസങ്ങളൊക്കെ. അതൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഒന്ന് ഒരു വാർത്തയാക്കി നമ്മളത് പ്രചരണം നടത്തണം. ഇതൊക്കെ ചെയ്യാൻ ഞാൻ നേരത്തെ കഴിഞ്ഞ എൻ്റെ വീഡിയോയിലെല്ലാം ഭംഗിയായിട്ട് അതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വോട്ടിൻ്റെ കനം നോക്കിയാണ് ഇപ്പോൾ രാഷ്ട്രീയം ചെയ്യുന്നത്. ഇപ്പം തന്നെ വഖഫിൻ്റെ കാര്യം കാണിക്കുന്നു. ഇതൊക്കെ ഇപ്പം നടക്കുന്നു. ഇപ്പം ഞാൻ ടി വിയിൽ ഒന്ന് ഓൺ ചെയ്തപ്പോൾ കണ്ടതാണ്. ഫസൽ ഗഫൂർ എന്ന് പറയുന്ന MES അതിൻ്റെ തലവൻ, അദ്ദേഹം കുപ്രസിദ്ധി നേടിയ ആളാണ്. 2-3 വർഷത്തിന് മുൻപാണെന്ന് തോന്നുന്നു ഹൈദരാബാദിൽ ചെന്ന് മുസ്ലിം രാഷ്ട്രം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം അത് കേരളത്തിൽ സ്ഥാപിക്കണം, ക്രമേണ ഇന്ത്യ മുഴുവൻ മുസ്ലിം രാഷ്ട്രമാക്കണം എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് പ്രസംഗിച്ച ആളാ. വീഡിയോകളൊക്കെ എല്ലായിടത്തുമൊക്കെ കണ്ടു, എല്ലാവരും കണ്ടിട്ടുള്ളവർ. അയാൾ ഇന്ന് പറയുന്നു, ഇന്ന് ഇവിടെ നിന്നുള്ള പറയാം, വഖഫിനെ അനുസരിച്ച് ക്രിസ്തീയ മത അധ്യക്ഷന്മാർ കൽപ്പനയിട്ടിരിക്കുകയാണ് വഖഫിനെ എല്ലാവരും ഭേദഗതിയെ അനുകൂലിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ത് വലിയ തെറ്റാണ്, തിന്മയാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛന്മാർക്ക് ശമ്പളമില്ലയോ, കന്യാസ്ത്രീകളുടെ ശമ്പളം, അവരുടെ പ്രവർത്തനങ്ങൾ, മേഖലകൾ, എന്തുമാത്രം ഭൂമികൾ, ഇതെല്ലാം ആർക്കാ കണക്കുള്ളത്, എവിടെയാ എന്നൊക്കെ അതിനൊരു നിയന്ത്രണമില്ലയോ എന്നൊക്കെ കൊണ്ട് അയാൾ ചോദിച്ചിരിക്കുന്നു. അപ്പം നോക്കണം, ആ മനുഷ്യൻ ഒരു കുപ്രസിദ്ധി നേടിയ മനുഷ്യനാണിതിന്. 24-ലാണ് ഞാൻ കണ്ടത്. ഇതുവരെ 24 ക്രിസ്തു വിരുദ്ധത കാണിച്ചിട്ടില്ല, ക്രിസ്തീയ വിരുദ്ധത. ഇപ്പോഴവരും തുടങ്ങി, അവരുടെ അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്തി. കാരണം വോട്ട് ബാങ്ക് അവർക്ക് കൂടുതൽ ഹൈ റേറ്റ് അവരുടെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഇത് മറ്റുള്ളവർ രാഷ്ട്രീയക്കാർ ഇത് ചെയ്യുന്നത് എന്താ, അവർക്ക് വോട്ട് ബാങ്ക് ഏറ്റവും കൂടുതൽ ഇന്നുള്ളത് മുസ്ലിങ്ങളാണെന്ന് അറിയാം. ക്രിസ്ത്യാനികളെക്കാളും ഒരു 10% കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഇത് മതിയെങ്കിൽ അതെന്താ നമ്മൾ നേരത്തെ മനസ്സിലാക്കാത്തത്? ഇത് നേരത്തെ അറിയാവുന്നതല്ലയോ? അത് മനസ്സിലാക്കണം. അത് കണ്ട് വേണം ക്രിസ്ത്യാനികൾ നിൽക്കാൻ. മതമേലധ്യക്ഷന്മാരങ്ങനെ പറഞ്ഞത് അവർക്ക് ഇതിൻ്റെ ചുമതലയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് വിശ്വാസികളുടെ മേലിൽ. അവരുടെ ഭാവി ഞാൻ പറഞ്ഞല്ലോ, സമഗ്രമായ മോചനമാണ് അവർക്ക് ആവശ്യം, അവരുടെ പുരോഗതിയാണ്, അവരുടെ വെൽഫെയറാണ്, ക്ഷേമമാണ്. അത് അവരുടെ ഉത്തരവാദിത്വമാണ്, അല്ലെ ആത്മാവിൻ്റെ മാത്രമല്ല, അതിനുവേണ്ടി മാത്രമല്ല. ഈ ഗഫൂർ പറഞ്ഞതുപോലല്ല, 24-ലെ അവതാരകൻ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലല്ല. അയാൾ പറഞ്ഞത് ഇതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ അടിയൊഴുക്കൊണ്ട് ക്രിസ്തീയ സഭാ മേലധ്യക്ഷന്മാരും BJPയും കൂടെ ചേർന്നെന്ന്. ഇവിടുത്തെ കാര്യം നീതി നടക്കണമെങ്കിൽ ആരായാലും ശരി തന്നെ അവർ ചെയ്യണം. ഞാൻ മുൻപൊരു വീഡിയോയിൽ ആദ്യം തുടക്കകാലത്ത് 5-6 മാസം മുൻപ് ചെയ്തപ്പോൾ ഞാനിത് പറഞ്ഞു, സാമൂഹിക കാര്യങ്ങൾ ചെയ്ത ഒരു വീഡിയോയിൽ വറചട്ടിയിൽ നിന്ന് എരിതീയിലോട്ട് ചാടുന്ന അവസ്ഥ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകരുതെന്ന്. കാരണം ഇപ്പോൾ ഇവിടെ ഇട്ട് ഇങ്ങനെ വറുത്തുകൊണ്ട് ഈ ചട്ടിയിലിട്ട് അത് എരിതീയിലോട്ടാണ് ചാടി, അവിടുന്ന് ചാടി വീണാൽ, കാരണം മറ്റുള്ള ചിലരെ വർഗീയ അധികാരികളെ നമ്മൾ പ്രീണിപ്പിക്കാൻ ചെന്നാൽ, അവർക്ക് വേണ്ടി നമ്മൾ നിന്ന് അവരുടെ കൂടെ ചെന്ന് ചേർന്നാൽ ചിലപ്പോൾ അങ്ങനെ വന്നെന്ന് വരും. അതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു പോക്ക് വേണം നമുക്ക്. ഒരു മുന്നേറ്റമായിരിക്കണം ഉണ്ടാകേണ്ടുന്നത്. അത് ജാഗരൂകതയോടെ വേണം ചെയ്യാൻ. കർത്താവ് പറഞ്ഞ പോലെ ജാഗരൂകരായിരിക്കണം എല്ലാ കാര്യത്തിലും, ആത്മീയ കാര്യത്തിൽ മാത്രമല്ല ഈ കാര്യത്തിലും. ഇത് ആത്മാവിനെയും ബാധിക്കുമല്ലെങ്കിൽ. അപ്പം അയാൾ പറയുന്നത്, ഇനി അടുത്ത ക്രിസ്ത്യാനികളെ അച്ഛന്മാരെയും മെത്രാന്മാരെയും കന്യാസ്ത്രീകളെയും അവരുടെ വരുമാനങ്ങളും പള്ളി വരുമാനങ്ങളും എല്ലാം ഇനിയും അതെല്ലാം വെളിവാക്കണം, അതിനുവേണ്ടിയൊക്കെ ശ്രമിക്കണം എന്ന്. ഈ മനുഷ്യനെ
ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ഇനിയുള്ള കാലത്തിൻ്റെ പോക്കിതാണ്. പക്ഷേ ഇവിടെ വഖഫ് ഭേദഗതി അത്യാവശ്യമാണ്. ഭേദഗതിയല്ല വേണ്ടിയത്, ആ ഒരു പേര് പോലും മാറ്റണം. ഭരണഘടനയിൽ അയാൾ പറയുന്നു, ഗോപികൃഷ്ണനും പറയുന്ന 24-ൻ്റെ കൊച്ചിൻ സ്റ്റുഡിയോയുടെ ചുമതലയുള്ള ആളാണ്, അയാളും പറയുന്നു ഭരണഘടനയ്ക്ക് അധിഷ്ഠിതമാണ് വഖഫ് ബോർഡ്, അതിനെ ഇല്ലാതാക്കാൻ പോവുകയാണെന്ന്. ഇന്ന് ആര് പറഞ്ഞു? ഇങ്ങനെയുള്ള മണ്ടത്തരം ഓരോരുത്തരും ഓരോ സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടുന്നത് പിൽക്കാലത്തുള്ളവരുടെ ആവശ്യമാണ്. എന്നാൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു മതത്തിൽ അങ്ങനെ വരുന്നില്ല ഒരു ബോർഡ്? എല്ലാം അവരുടെയാണ്, അവർ നോക്കുന്നത് എല്ലാം അവരുടെ ആയിരിക്കണമെന്നുള്ളത്. എന്തുകൊണ്ട് ക്രിസ്ത്യാനിക്ക് അങ്ങനെ കൊടുക്കുന്നില്ല? പിന്നെ വന്നവർക്ക് ഇവർക്ക് എങ്ങനെയാണ് ഇത് ഇങ്ങനെ വരുന്നത്? അവിടെ തുല്യ നീതി വരണ്ടേ? അത് ചിന്തിക്കണം. അതുപോലെ സംവരണം വരുന്നു, ന്യൂനപക്ഷ സംവരണം. ഇന്നിപ്പം മുസ്ലിം സമുദായം കേരളത്തിൽ ന്യൂനപക്ഷമൊന്നുമില്ല, അവർക്ക് അതിൻ്റെ ഒരു അവകാശവും അവകാശപ്പെടാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ആനുകൂല്യങ്ങൾ അവകാശപ്പെടാൻ പറ്റില്ല. കാരണം അവർ ഇന്ന് ഭൂരിപക്ഷമായിട്ടിരിക്കുകയാണ്. ഇവിടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവരുടെ താഴെയാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ ഉള്ളത് പിന്നെ അവർക്ക് ഒക്കെ ഉള്ളതാണ്, അങ്ങനെയുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയം എന്താണ് ചെയ്യുന്നത്? അവർക്ക് വേണ്ടി എല്ലാം അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുക. എന്ത് തെറ്റുണ്ടായാലും അത് കണ്ണ് അടച്ചിരിക്കുക, അവരുടെ കൂടെ നിൽക്കുക. എന്തിനാ വോട്ട് കിട്ടി വീണ്ടും ഇവിടെ വരൂ? ഇതിപ്പോഴല്ല, CHൻ്റെ കാലം മുതലുണ്ട്. നിങ്ങൾക്കറിഞ്ഞൂടെ? എനിക്കറിയാം. CH 1969-70കളിലൊക്കെ ചന്ദ്രിക പത്രത്തിലൂടെ ക്രിസ്തുവിനെയും സുവിശേഷത്തെയും ഓരോ ആഴ്ചയും എനിക്ക് അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് ലേഖനങ്ങൾ എഴുതി സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പൊള്ളയാണ്, കൊള്ളരുതാത്തതാണ്, കൊള്ളരുതാഴികയാണ് എന്നും പറഞ്ഞ് ക്രിസ്ത്യാനികളെ വെറുപ്പിക്കാനുള്ള ശക്തി അന്ന് CHനെ എല്ലാവരും കൊണ്ട് നടക്കുന്നു. എനിക്കറിയാം. ഞാൻ അന്ന് തിരുവനന്തപുരത്ത് വെച്ച് പലരോടും ഞാനിത് പറഞ്ഞ് ബാധിച്ചിട്ടുണ്ട്, അവരോട് തന്നെ. കാരണം ഇതൊക്കെ തെറ്റാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചിലർക്ക് ബോധ്യമാകുന്നുണ്ട് അവർക്കും. അപ്പോൾ ഇവർക്ക് ഇത് പണ്ട് മുതലേ ഇതുണ്ട്. അപ്പോൾ വീണ്ടും ഇതിന് ഊക്കം വെച്ച് കൊടുക്കുകയാണ് ഈ ഇസങ്ങളും സംഘടനകളും മറ്റു പാർട്ടികളുമൊക്കെ. ഇന്നിപ്പോൾ ഈ വഖഫ് ബോർഡിനെ ഈ ഭേദഗതിയെ എതിർക്കുന്നവരെ നമ്മൾ എതിർക്കാൻ പറഞ്ഞപ്പോൾ, മെത്രാന്മാർ നമ്മുടെ അധികാരികൾ പറഞ്ഞപ്പോൾ, അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കണം നമ്മൾ. ഇതിനെ എതിർത്ത് വോട്ട് ചെയ്യുന്നവരെ, അതിന് സംസാരിക്കുന്നവരെ, ഈ രാഷ്ട്രീയ കക്ഷികൾ UDF LDF എന്ത് കുന്തങ്ങളായാലും ശരി തന്നെ അവരെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇലക്ഷൻ വരുമ്പോൾ ഇവരെ ഒന്നും അടുപ്പിക്കരുത്, ഇവരാരും നിയമസഭ കാണരുത്, നമ്മുടെ വോട്ട് അവർക്ക് കൊടുക്കരുത്. എന്തിനാണ് കൊടുക്കുന്നത്? നമ്മളെ വീണ്ടും ഇങ്ങനെ ഇട്ട് വറക്കാനോ, വറച്ചട്ടിയിലിട്ട് വറക്കാനോ? നമ്മളുടെ കാര്യം വരുമ്പോൾ നമ്മളെ അവർ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനാണ് ഈ ഭേദഗതി എന്ന്. അല്ല, ആരെയും ഒറ്റപ്പെടുത്താനല്ല, അനീതി ഇല്ലാതാക്കാനാണ്. ആ ഒരു കാര്യം തന്നെ ഭരണഘടനയിൽ തെറ്റായിട്ട് വന്നതാണ്. അത് പാടില്ല, അനുവദിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനിക്കും വേണം, ഹിന്ദുവിനും വേണം ഇങ്ങനെയുള്ള ബോർഡുകൾ. അവരുടെ എല്ലാം അവരുടെയാണ്. രേഖയില്ലാത്ത, പ്രമാണമില്ലാത്ത, രജിസ്റ്റർ ചെയ്യാത്ത വസ്തുക്കളൊക്കെ ഏറ്റെടുക്കുകയാണ് വേണ്ടിയത്. അതൊക്കെ സർക്കാർ കണ്ടുകെട്ടണം. അപ്പോൾ അവർക്കൊരു നിയമം, മുസ്ലിമിനൊരു നിയമം, മറ്റുള്ളവർക്കൊക്കെ വേറൊരു നിയമം. ഒന്നുമില്ല. ഇപ്പം പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്ന, എല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന ക്രിസ്ത്യാനിയെ എല്ലാവരും കൂടെ ചവിട്ടി തേക്കുക എന്നുള്ളൊരു കാര്യമായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതിനു വേണ്ടി ഞാൻ അടുത്ത ഒരു 2 വീഡിയോയും കൂടെ ചെയ്തെങ്കിലേ ഇതിൻ്റെ എല്ലാ വശങ്ങളും കൂടെ സംസാരിച്ച് തീരുകയുള്ളൂ. ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് അതിനെപ്പറ്റി പഠിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശക്തി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ.